ഹലോ. അപ്പോൾ നമ്മളിന്ന് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിലെ യൂണിറ്റ് 1 പാർട്ട് 2 ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെവൽ ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻസ് ആണ് പാർട്ട് 2 വരുന്നത്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ രൂപം പല ഘടകങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഒരു മനുഷ്യ ശരീരമായിട്ട് അത് രൂപപ്പെടുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങി ലാസ്റ്റ് സ്റ്റേജ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. The human body processes are controlled and maintained by different level of structural organization. ഈ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് വഴിയാണ് ഹ്യൂമൻ ബോഡിയിലെ പല കാര്യങ്ങളും നടക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും. ഈ ദീസ് ലെവൽസ് ഷോ ആൻ ഇൻക്രീസ് ഇൻ സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി ആൻഡ് ഫങ്ഷൻസ്. ഈ ലെവൽസ് കാണിക്കുന്നത് സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി ആൻഡ് ഫങ്ഷൻസിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതായത് മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന എല്ലാ തരം ഫങ്ഷൻസും എല്ലാം ഈ ലെവൽസ് കാരണമാണ് സംഭവിക്കുന്നത്. മെയിൻലി ഓഫ് 6 ലെവൽസ്. മനുഷ്യ ശരീരം ഡെവലപ്പായിട്ട് ഹ്യൂമണായി മാറാൻ മെയിൻലി 6 ലെവൽസാണ് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് ലെവൽ പറയുന്നത് കെമിക്കൽ ലെവൽ, സെക്കൻഡ് ലെവൽ വരുന്നത് സെല്ലുലാർ ലെവൽ, തേർഡ് ലെവൽ വരുന്നത് ടിഷ്യൂ, ഫോർത്ത് ഓർഗൻ ലെവൽ, ഫിഫ്ത്ത് സിസ്റ്റം ലെവൽ, സിക്സ്ത്ത് ഓർഗാനിസം ലെവൽ. ഇപ്പം ഞാനിവിടെ സൈഡിൽ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ആ ചാർട്ടിൽ ഫസ്റ്റ് കെമിക്കൽ ലെവലാണ് കാണിച്ചിരിക്കുന്നത്. കെമിക്കൽ ലെവലിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആറ്റംസ്. ഇപ്പം മനുഷ്യ ശരീരത്തിൻ്റെ ആദ്യത്തെ ഘടകമാണ് ആറ്റംസ്. അതായത് ഹൈഡ്രജൻ ആറ്റം, ഓക്സിജൻ ആറ്റം, അങ്ങനെ പലതരം ആറ്റങ്ങളുണ്ട്. ഈ ആറ്റംസ് എല്ലാം ബോണ്ട് ചെയ്യും, ഒരുമിച്ച് കൂടി ചേർന്നിട്ട് മോളിക്യൂൾസ് ആവും. അങ്ങനെ മോളിക്യൂൾസായിട്ട് ഒറ്റൊരു കെട്ടായിട്ട് അവർ നിൽക്കും. ഓരോ കുഞ്ഞു കുഞ്ഞു ആറ്റമാണ് ഒരുമിച്ച് കൂടിച്ചേർന്നിട്ട് ഒരു മോളിക്യൂൾ ആവണത്. ഈ ഒരു ലെവലിനെയാണ് നമ്മൾ കെമിക്കൽ ലെവൽ എന്ന് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ലെവൽ സെല്ലുലാർ ലെവൽ. സെല്ലുലാർ ലെവലിൽ എ വെറൈറ്റി ഓഫ് മോളിക്യൂൾസ് കമ്പൈൻസ് ടു ഫോം ദ ഫ്ലൂയിഡ് ആൻഡ് ഓർഗനൽസ് ഓഫ് ദ ബോഡി സെൽ. അതായത് സെല്ലുലാർ ലെവലിൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ മോളിക്യൂൾസ് എല്ലാം കൂടെ പല പല മോളിക്യൂൾസായിട്ട് ഇങ്ങനെ കൂടി നിൽക്കണ്ടാവുമല്ലോ, അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് സെൽസായിട്ട് മാറും. പലതരം സെൽസ് നമ്മുടെ ശരീരത്തിൽ മസിൽ സെൽസ് ഉണ്ട്, സ്മൂത്ത് സെൽസ്, എപ്പിത്തീലിയൽ സെൽസ്, അങ്ങനെ പല പല സെൽസ് ഉണ്ട്. അങ്ങനെയായിട്ട് രൂപം മാറ്റപ്പെടും. അതിനാണ് സെല്ലുലാർ ലെവൽ. ഇനി ടിഷ്യൂ ലെവലാണ് നെക്സ്റ്റ് വരുന്നത്. ടിഷ്യൂ ലെവലിൽ ഈ സെൽസ് എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ടിഷ്യൂ ആയി മാറുന്നു. അതിനാണ് ടിഷ്യൂ ലെവൽ എന്ന് പറയുന്നത്. ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും സെല്ലുലാർ എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ സെല്ലായിരിക്കും. ടിഷ്യൂ ആവുന്നത് ഈ പലതരം സെൽസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ടിഷ്യൂ ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് ലെവൽ ഓർഗൻ ലെവൽ. ഓർഗൻ ലെവൽ എന്ന് പറയുമ്പോൾ ഈ ടിഷ്യൂസ് എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ 2 or more ഡിഫറെൻറ്റ് ടിഷ്യൂസ്, പല ടിഷ്യൂസും കൂടി ചേർന്നിട്ട് ഒരൊറ്റ ഓർഗനായിട്ട് മാറും. ഓർഗൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട്, ലങ്സ്, ലിവർ, അങ്ങനെ പല പല ഓർഗൻസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതെല്ലാം ടിഷ്യൂവിൽ നിന്നാണ്, ടിഷ്യൂ എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ആണ് ഓർഗനായിട്ട് മാറുന്നത്. അതിനാണ് ഓർഗൻ ലെവൽ എന്ന് പറയുന്നത്. അടുത്ത ലെവൽ വരുമ്പോൾ ഓർഗൻ സിസ്റ്റം ലെവൽ. ഓർഗൻ സിസ്റ്റം ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 or more ഓർഗൻസ് വർക്ക് ക്ലോസ്ലി ടുഗദർ ടു പെർഫോം ദ ഫങ്ഷൻ ഓഫ് എ ബോഡി സിസ്റ്റം. ഒന്നിലധികമോ അല്ലെങ്കിൽ 2-2-ലധികമോ ഓർഗൻസ് ഒരുമിച്ച് കൂടി ചേർന്നിട്ട് ഒരു പ്രത്യേക തരം ഫങ്ഷൻ പ്രസൻറ്റ് ചെയ്യും. അതിനാണ് ഓർഗൻ സിസ്റ്റം ലെവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് നോക്കാം. യൂറിനറി ട്രാക്ട് സിസ്റ്റം. യൂറിനറി ട്രാക്ട് സിസ്റ്റം ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ഓർഗൻസ് വേണം? കിഡ്നി വേണം, യൂറേറ്റർ വേണം, ബ്ലാഡർ വേണം, യൂറേത്ര വേണം. ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോഴാണ് ഒരു യൂറിനറി ട്രാക്ട് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഓർഗാനിസം ലെവൽ. മെനി ഓർഗൻ സിസ്റ്റം വർക്ക് ടുഗദർ ടു പെർഫോം ദ ഫങ്ഷൻ ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഓർഗാനിസം. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ എല്ലാ ഫങ്ഷൻസും നടക്കാനായിട്ട് ഡിഫറെൻറ്റ് ഓർഗൻ സിസ്റ്റംസ് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു മനുഷ്യ ശരീരത്തിലെ എല്ലാ പ്രവൃത്തികളും ഒരുമിച്ച് നടക്കുന്നത്. ഇപ്പോൾ ഹാർട്ടിൻ്റെ അതായത് കാർഡിയോവാസ്കുലർ സിസ്റ്റം, യൂറിനറി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അങ്ങനെ നെർവസ് സിസ്റ്റം, അങ്ങനെ എല്ലാ സിസ്റ്റംസും കൂടെ ഒരുമിച്ച് ചേർന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അതിന് ഓർഗാനിസം ലെവൽ എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ഒന്നും കൂടെ നമുക്ക് വിശദമായിട്ട് പറയാം. കെമിക്കൽ ലെവൽ, മോസ്റ്റ് ബേസിക് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞല്ലോ.
ഓർഗനൈസേഷൻ, അതായത് ഒരു മനുഷ്യൻ്റെ ഘടകത്തിലെ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള ലെവലാണ് കെമിക്കൽ ലെവൽ. ഇറ്റ് ഇൻക്ലൂഡ്സ് ആറ്റംസ് വിച്ച് ആർ ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ആറ്റം. ആറ്റം അത് കെമിക്കൽ റിയാക്ഷൻ വഴി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് 2 or 3 ആറ്റംസ് ജോയിൻ ചെയ്യും, എന്നിട്ട് ഒരു മോളിക്യൂളായിട്ട് മാറും. ഇതിനാണ് നമ്മൾ കെമിക്കൽ ലെവൽ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടുത്തെ ഈ പിക്ചറിൽ നോക്കാം, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ, അങ്ങനെ ഒരുപാട് ആറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ആറ്റംസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു മോളിക്യൂളാവും, DNA ഫോർ എക്സാമ്പിൾ. അതാണ് കെമിക്കൽ ലെവൽ. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ സെല്ലുലാർ ലെവൽ. സെല്ലുലാർ ലെവൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്തായിരുന്നു, ഈ മോളിക്യൂളെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ട് പല പല മോളിക്യൂളായിട്ട് ഇപ്പോൾ നിൽക്കുന്നു, അതെല്ലാം കൂടിച്ചേർന്നിട്ട് ഒരു സെല്ലായി മാറുന്നതാണ് സെല്ലുലാർ ലെവൽ. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് നോക്കാം. സെൽ കൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയുടെ ബേസിക് ആൻഡ് ഫങ്ഷണൽ ഒരു സ്ട്രക്ചറാണ് സെല്ല് നമുക്ക് തരുന്നത്. ഡിഫറെൻറ്റ് മോളിക്യൂൾ കമ്പൈൻസ് ടുഗദർ ടു ഫോം എ സെൽ. പല മോളിക്യൂൾസ് കൂടിച്ചേർന്നിട്ടാണ് ഒരു സെല്ലാവുന്നത്. ദർ ആർ 3 സെൽസ് ഇൻ ഹ്യൂമൻ ബോഡിയിൽ. മെയിനായിട്ട് 3 സെൽസാണ് പറയുന്നത്. മസിൽ സെൽ, നെർവ് സെൽ, എപ്പിത്തീലിയൽ സെൽ, അങ്ങനെ 3 സെൽസാണ് പറയുന്നത്. ഈച്ച് സെൽസ് വേരീസ് ഇൻ ദെയർ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ആൻഡ് സോ പെർഫോം സ്പെസിഫിക് ടാസ്ക്. അതായത് എല്ലാ സെൽസും അതിൻ്റെ സ്ട്രക്ചറിലും ഫങ്ഷനിലും വ്യത്യാസപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പലതരം ആക്ഷൻസാണ് പെർഫോം ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ. അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ ടിഷ്യൂ ലെവൽ. ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ഓഫ് സെൽസ് കമ്പൈൻ ടുഗദർ ടു പെർഫോം എ പെർട്ടിക്കുലർ ഫങ്ഷൻ. ഇപ്പോൾ നമ്മൾ സെല്ലുലാർ ലെവലിൽ സെൽസ് ആയിട്ടുണ്ട്, അത് ആ സെൽസ് എല്ലാം ഒരുമിച്ച് കൂടി ചേർന്നിട്ട് ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനു വേണ്ടി? ടിഷ്യൂ ആവാൻ വേണ്ടിയിട്ട്. ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ഓഫ് സെൽസ് കമ്പൈൻസ് ടുഗദർ ടു പെർഫോം എ പർട്ടിക്കുലർ ഫങ്ഷൻ. ടിഷ്യൂസ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. ഓക്കെ, മെയിൻലി 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ ഓർഗൻ ലെവലാണ്. നമ്മൾ പറഞ്ഞു ഈ ടിഷ്യൂസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഓർഗൻ ആവുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് കമ്പൈൻസ് ടു ഫോം ആൻ ഓർഗൻ. ഓക്കെ, ഓർഗൻസ് കമ്പോസ്ഡ് ഓഫ് 2 or more ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഹാവിങ് സ്പെസിഫിക് ഫങ്ഷൻ ആൻഡ് റെക്കഗ്നൈസബിൾ ഷേപ്സ്. അതായത് ഇപ്പോൾ ഒരു ഓർഗൻ തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹാർട്ട്, ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ നോക്കാം. ഈ ഹാർട്ട് എടുക്കുകയാണെങ്കിൽ ആ ഹാർട്ടിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ടിഷ്യൂസ് പലതും കാണും. ഒറ്റ ടിഷ്യൂവിലല്ല ഹാർട്ട് ഉണ്ടായിരിക്കുന്നത്, ഡിഫറെൻറ്റ് ടിഷ്യൂസാണ്. 2 or more ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഒരുമിച്ച് ചേർന്നിട്ടാണ് ഹാർട്ട് ഉണ്ടായിരിക്കുന്നത്. ഹാർട്ടിൽ എന്താ പറയുക, ഇപ്പോൾ എപ്പിത്തീലിയലും മസിലും എല്ലാം കൂടെ അങ്ങനെ പല പല ടിഷ്യൂസ് ഒരുമിച്ച് ചേർന്നിട്ടാണ് ഹാർട്ട് ഉണ്ടായിരിക്കുന്നതും അതിൻ്റെ ഫങ്ഷനും റെക്കഗ്നൈസബിൾ ആയിട്ടുള്ളൊരു ഷേപ്പൊക്കെ കൊടുത്തേക്കണം. അങ്ങനെ പല ടിഷ്യൂസ് ഒന്നിച്ച് കൂടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ സിസ്റ്റം ലെവൽ. എ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് കമ്പൈൻസ് ടുഗദർ ടു ഫോം എ സിസ്റ്റം. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ്, പല ഓർഗൻസിൻ്റെ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് ചേർന്നിട്ടാണ് ഒരു സിസ്റ്റമായി മാറുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, യൂറിനറി ട്രാക്ട് സിസ്റ്റം വരുന്നത് എങ്ങനെയാണ്? യൂറിനറി ബ്ലാഡർ, യൂറേത്ര, യൂറേത്ര, യൂറിനറി ബ്ലാഡർ, അങ്ങനെ എല്ലാം കൂടെ കിഡ്നി എല്ലാം കൂടെ കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു സിസ്റ്റമായിട്ട് മാറുന്നത്. മേജർ ഫിസിയോളജിക്കൽ ഫങ്ഷൻ ഓഫ് ബോഡി ഈസ് പെർഫോംഡ് വെൻ ദ ഓർഗൻസ് ഓഫ് എ സിസ്റ്റം വർക്ക് ടുഗദർ. നമ്മുടെ ശരീരത്തിൽ മേജറായിട്ടുള്ള മുഖ്യമായിട്ടുള്ള ഫിസിയോളജിക്കൽ ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പുറമേ ഉള്ള എല്ലാ ഫങ്ഷൻസും, അതായത് നമ്മളുടെ ഈ കൈ അനക്കുക, കാലനക്കുക, ഇതെല്ലാം പെർഫോം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ പല ഓർഗൻസിൻ്റെ വർക്കിംഗ് ഒരുമിച്ചാവുമ്പോഴാണ്. എക്സാമ്പിൾ ഓർഗൻസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻക്ലൂഡ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് നമ്മുടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അത് ദഹിക്കാനുള്ള സിസ്റ്റത്തിനാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? ആ ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ നടക്കണമെങ്കിൽ നമുക്ക് വായ മാത്രം മതിയോ? പോരാ, വായ വേണം, മൗത്ത്, സലൈവറി ഗ്ലാൻഡ്, നമ്മുടെ തുപ്പലം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സലൈവറി ഗ്ലാൻഡ് വേണം. ഫാരിൻസ്, അതായത് തൊണ്ടയിൽ
തൊണ്ടയ്ക്കുള്ള ആ ഒരു കുഴൽ, അതാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അവിടെ എത്തുമ്പോൾ ത്രോട്ട് കഴിഞ്ഞ് ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം എക്സെട്ര. ഇതെല്ലാം കൂടെ ആകുമ്പോഴാണ് ഒരു പൂർണ്ണമായ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഈ എല്ലാ ഏരിയാസും ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഡൈജഷൻ നടക്കുന്നുള്ളൂ. There are 12 organ system in human body. ഹ്യൂമൻ ബോഡിയിൽ 12 ഓർഗൻ സിസ്റ്റം ആണ് മെയിനായിട്ടുള്ളത്. ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റം, സ്കെൽറ്റൽ സിസ്റ്റം, ലിംഫാറ്റിക് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, മസ്കുലർ സിസ്റ്റം, നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, യൂറിനറി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ, സ്പെഷ്യൽ സെൻസറി സിസ്റ്റം. ഇതെല്ലാം ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നീട് നമുക്കിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് പഠിക്കും. നെക്സ്റ്റ് സ്ലൈഡ് ഓർഗാനിസം ലെവൽ. ഓർഗാനിസം ലെവൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഹ്യൂമണായി അല്ലെങ്കിൽ ഒരു ഇൻഫൻറ്റ് ആയി മാറിയിരിക്കുന്നു. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. സ്ട്രക്ചറൽ ഓർഗനൈസേഷനിലെ ഹയസ്റ്റ് ആയിട്ടുള്ള ലെവലാണ് ഈ പറയുന്ന ഓർഗാനിസം ലെവൽ. ഓൾ ദ പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി ഫങ്ഷനിങ് ടുഗദർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഓർഗാനിസം ലെവൽ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ എല്ലാ പാർട്ടും ഒരുമിച്ച് ചേർന്ന് ഫങ്ഷനിങ് നടത്തിയിട്ടാണ് ആ ഒരു ഓർഗാനിസം ലെവൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് നമ്മളുടെ ഹയസ്റ്റ് ലെവല് സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ. ഇത് നമുക്കൊരു ഫുൾ വ്യൂ ആയിട്ട് കാണാം. ഫുൾ വ്യൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേലും. ആറ്റം, അതായത് നമ്മളുടെ കെമിക്കൽ ലെവലിൽ വരുന്ന ആറ്റംസ് ഉണ്ട്. ആറ്റംസ് എല്ലാം ഉണ്ടാവും. ഓരോ ആറ്റംസ് സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അത് കമ്പൈൻ ചെയ്ത് ഒരുമിച്ചായിട്ട് മോളിക്യൂളായി മാറുന്നു. അതിന് നെക്സ്റ്റ് സ്റ്റേജ് സെല്ലുലാർ ലെവലിൽ ഈ മോളിക്യൂൾസ് എല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് സെൽസായി മാറുന്നു. പിന്നെ ടിഷ്യൂ ലെവലിൽ ഈ സെൽസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ടിഷ്യൂ ആവുന്നു. നെക്സ്റ്റ് ടിഷ്യൂസ് എല്ലാം കമ്പൈൻ ചെയ്ത് ഓർഗൻ ലെവലാവുന്നു. അത് കഴിഞ്ഞ് ഓർഗൻ ലെവലിൽ ഓർഗൻസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് സിസ്റ്റം ലെവലാവുന്നു. സിസ്റ്റം എല്ലാം കൂടെ കൂടിച്ചേർന്നിട്ട് ഓർഗാനിസം ലെവലാവുന്നു. ഓക്കെ, ഈ ചാർട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ കൊണ്ടുവരാം. എല്ലാം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ.